നെക്സ്റ്റ് ഹസൻ, വെരി ഇമ്പോർട്ടൻ്റ് ആൻസർ, വെരി ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഹസൻ. എന്തായാലും എക്സാമിന് 6 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ 6 മാർക്കിന് ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും ബ്രീഫായിട്ട് എഴുതിയാൽ പോരാ, കുറച്ച് എലാബറേറ്റ് ചെയ്ത് എഴുതി വെക്കണം. വളരെ ഷോർട്ടാക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഹസൻ ഈസ് ദ സെറാങ് ഓഫ് ദ ഷിപ്പ് റാണഗഞ്ചി. ഒന്നും അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഹസൻ ഈസ് ദ സെറാങ് ഓഫ് ദ ഷിപ്പ് റാണഗഞ്ചി, അത് മനസ്സിലായല്ലോ. ഹി ലുക്സ് കോട്ട് ആൻഡ് എഗ്ലി. ഹി ലുക്സ് കോട്ട് ആൻഡ് എഗ്ലി, ചെറിയൊരു കുറിയ മനുഷ്യൻ, കുള്ളൻ എന്നുള്ള അർത്ഥമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഹി ഹാസ് എ ഷോർട്ട് ലെഗ്സ് ആൻഡ് എ ലാർജ് ഡിസ്പ്രപ്പോർഷനേറ്റ് ഹെഡ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഊഹിച്ചാൽ മതി, ചെറിയ കാലും വലിയ തലയൊക്കെ ആയിട്ടുള്ള ഒരു മനുഷ്യരൂപം. ഹസൻ അഗ്രി ടു ടേക്ക് കെയർ ഓഫ് ദ പേഷ്യൻസിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ഇടയിൽ കുറേ പോയിൻറ്റ്സ് വിട്ടുപോയിട്ടുണ്ട് അല്ലേ. ഹി നെവർ എക്സ്പെക്റ്റ് റിവാർഡ് ഓർ മണി, അത് പൈസയ്ക്കോ അതുപോലെ തന്നെ പുരസ്കാരത്തിനൊന്നും ആഗ്രഹിക്കാത്തൊരു മനുഷ്യൻ. He nursed the patients risking his own life. He gave medicine in time. അതുപോലെ തന്നെ when the 2 patients died, Hassan lowered the bodies into the reading aloud a short passage from Ramayana. His courage, self-control, faith helped to manage disaster. He supported the doctor in many ways. Doctor ആരാന്നറിയാലോ, ഡോക്ടർ J. Cronin, the narrator of our story. Selfless service and simplicity of Hassan impressed the doctor. He is a symbol of love, care and dedication and responsibility. ഇതാണ് ശരിക്കും ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആ ക്യാരക്ടർ എത്രമാത്രം നമ്മുടെ മനസ്സിലേക്ക് ഉൾക്കൊണ്ടു എന്നുള്ളതും ആ ക്യാരക്ടറിൻ്റെ റോള് ആ സ്റ്റോറിയിൽ എന്താണ് എന്നുള്ളതും. അപ്പോൾ ഇവിടുത്തെ സ്റ്റോറിയുടെ റോള് നമുക്കറിയാൻ പറ്റും. ക്യാരക്ടറിൻ്റെ റോൾ എന്താണ്? ഹസൻ, മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ദ റാണഗഞ്ചി അല്ലേ. ഈ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ആരാണ്? ഹസനാണ്, ദ പ്രൊട്ടഗണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി. പിന്നെ അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? ഹി വർക്ക്സ് ആസ് ദ ഇന്ത്യൻ സെറാങ് ഓഫ് ദി ഓർ ക്വാർട്ടർ മാസ്റ്റർ ഇൻ ഇന്ത്യ ഷിപ്പ്. ആ ഷിപ്പിലെ സെറാങ് ആണ്. സെറാങ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജോലിക്കാരനാണ്. ലഗേജ് അതുപോലെ തന്നെ ഒരു സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുകയാണ്. ലഗേജ് ഇറക്കുന്നതും ഇതാക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ജോലി. ലൈനർ എന്ന് പറഞ്ഞാൽ കപ്പലാണ് കേട്ടോ. നെയ്മഡ് ദ ഷിപ്പ് റാണഗഞ്ചി, ഇതിങ്ങനെ തന്നെ എഴുതിക്കണം. ഹി വർക്ക്സ് ആസ് ദ ഇന്ത്യൻ സെറാങ്, ദ ക്വാർട്ടർ മാസ്റ്റർ ഇൻ ദ ലൈനർ നെയ്മഡ് റാണഗഞ്ചി. അപ്പോൾ റാണഗഞ്ചി എന്ന ഷിപ്പിലെ മോസ്റ്റ് ഓഫ് ദ വർക്കേഴ്സും എങ്കിൽ മോസ്റ്റ് ഓഫ് ദ ക്രൂസ് ആരാണ്? ഇന്ത്യക്കാരാണ്. ആൻഡ് ഇനി അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ് പിന്നീട് നമ്മൾ കൊടുക്കേണ്ടത്. ആൻഡ് അഗ്ലി നേറ്റീവ് സീമാൻ വിത്ത് എ ഷോർട്ട് ലെഗ്സ് ആൻഡ് ഡിസ്പ്രപ്പോർഷനേറ്റ് ഹെഡ്. ഹി വാസ് എൻ അഗ്ലി നേറ്റീവ് സീമാൻ എന്ന മുക്കു എന്നൊക്കെ അർത്ഥം പറയില്ലേ. ആൻഡ് വിത്ത് എ ഷോർട്ട്, അദ്ദേഹത്തിന് ഫിസിക്കൽ അപ്പിയറൻസ് പറഞ്ഞാൽ ഷോർട്ട് ലെഗ്സ് ആണ് ആൻഡ് ലാർജ് ഡിസ്പ്രപ്പോർഷനേറ്റ് ഹെഡാണ്. ഇപ്പോൾ തന്നെ അത് മനസ്സിലായിട്ടുണ്ടാവും. ഹി വാസ് അബ്സേർഡ്ലി കോമിക് അപ്പിയറൻസ്, കണ്ടാൽ തന്നെ ഒരു കോമിക്, അതായത് ഒരു കോമാളിയെ പോലെ തോന്നിക്കും. ഹി വാസ് വെരി കേർട്ടിയസ്, പക്ഷെ നല്ല ബിഹേവിയറാണ് അദ്ദേഹത്തിന്, നല്ല മാനേഴ്സാണ്. ഹി സ്പോക്ക് ഇൻ എ ഹോഴ്സ് ആൻഡ് ഹൊലോവ്ഡ് വോയ്സ്, നല്ല റഫായിട്ടുള്ള സൗണ്ടിലാണ് അദ്ദേഹം സംസാരിക്കുക, വളരെ പരിപരിക്കനായിട്ടുള്ള സൗണ്ട്. ഹി വാസ് വില്ലിങ് ടു ഷോൾഡർ ദ റെസ്പോൺസിബിലിറ്റി ഇൻ ടൈംസ് ഓഫ് ക്രൈസിസ്. അപ്പോൾ ഒരു ക്രൈസിസിൻ്റെ സമയത്ത് അദ്ദേഹം അവിടുത്തെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മനുഷ്യൻ. ഹി ക്യാരീസ് ഔട്ട് ഹിസ് ഡ്യൂട്ടീസ് ഇൻ എ കാം ആൻഡ് അൺപെർട്യൂർഡ് മാനർ. അതുപോലെ തന്നെ യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ, ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ വളരെ ശാന്തമായിട്ട് അദ്ദേഹത്തിൻ്റെ ജോലികൾ മുഴുവനും ഏറ്റെടുത്തു. ഹി ഹാസ് നോ ഫോർനെസ് ഫോർ സ്പീച്ച്. അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഹി ഡിഡ് നോട്ട് ലൈക്ക് ഇറ്റ് കൂടുതൽ ടു മച്ച് ടോക്കിംഗ് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നൊരു മനുഷ്യനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ നേറ്റീവ് പ്ലേസ് എവിടെയാണ്? ആക്ച്വലി ഫ്രം പഞ്ചാബിലാണ് അദ്ദേഹത്തിൻ്റെ നേറ്റീവ് പ്ലേസ്. ഹി ഹാസ് ബീൻ എംപ്ലോയിഡ് വിത്ത് റാണഗഞ്ചി ഫോർ 15 years ഉണ്ട്. ഒരുപാട് പോയിൻറ്റ്സിനകത്ത് കൂട്ടിയിട്ടുണ്ട്. 15 വർഷക്കാലമായിട്ട് അദ്ദേഹം എവിടെയാണ് ജോലി ചെയ്യുന്നത്? പഞ്ചാബിലാണ് ജോലി ചെയ്യുന്നത്. ഹി ഹാസ് നോ ഫാമിലി ആൻഡ് നോ ഫ്രണ്ട്സ് ഇൻ ഇന്ത്യ. അദ്ദേഹത്തിന് ഫാമിലി ഇല്ല, ഫ്രണ്ട്സ് ഇല്ല. ഹി വാസ് അറ്റ് ദ ഏജ്, ഇപ്പോൾ എത്രാമത്തെ വയസ്സാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 40 years old, 40 വർഷമായി. ആ 40 വയസ്സിൽ 15 വർഷക്കാലം അദ്ദേഹം ജീവിച്ചത് റാണഗഞ്ചി എന്ന ഷിപ്പിലാണ്. പിന്നെ ഹി ഹാഡ് നോ ഫാമിലി നോ ഫ്രണ്ട്സ് ഇൻ ഇന്ത്യ ആൻഡ് ഹി വാസ് നോട്ട് എ മാരീഡ്, കല്യാണം കഴിച്ചിട്ടുമില്ല. ഹി വാസ് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ഫ്രം ദ ഹോപ്പ് ആൻഡ് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഓർ റിവാർഡ്. അപ്പോൾ ഇന്നത്തെ മനുഷ്യന്മാർക്കുള്ളതുപോലെ യാതൊരു പ്രതീക്ഷയോ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ. നെഗ്ലക്റ്റഡ് ടുമോറോ എന്നാണ്, നാളെയെ അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. ഇവിടെ J. Cronin ചോദിക്കുന്നുണ്ട് പൈസയുടെ കാര്യത്തെക്കുറിച്ച്. അപ്പോൾ വാട്ട് യൂസ് ഈസ് മണി, അങ്ങനെ അദ്ദേഹം ചോദിക്കുന്നത്. എന്തിനാണ് ശരിക്കും ക്യാഷ്? കാരണം ദ മാൻ ഹി ഹാഡ് നീഡ് ഇൻ ലൈഫ്, ഒരു മനുഷ്യന് ജീവിതത്തിൽ എല്ലാ വസ്തുക്കളും, അതിന് ആവശ്യമുള്ള വസ്തുക്കളൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പൈസ? അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണിത്. കാരണം അദ്ദേഹം കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റഡ് ടുമോറോ, നാളെയെ അവഗണിക്കുക. കാരണം
ഇന്ന് അദ്ദേഹത്തിന് ആവശ്യം എന്ന് പറഞ്ഞാൽ ഫുഡ് കിട്ടുന്നുണ്ട്, വസ്ത്രമുണ്ട്, പിന്നെ അതുപോലെ തന്നെ വേറൊന്നും പൈസയ്ക്ക് വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ, അതാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഇൻവോക്ഡ് ദ അഡ്മിറേഷൻ ഇൻ ദ ഹാർട്ട്സ് ഓഫ് ദ റൈറ്റർ. കൂടാതെ റൈറ്ററുടെ മനസ്സിലേക്ക് ഒരു ആരാധനയോടെ കടന്നു വന്നിരിക്കുന്നൊരു വ്യക്തിയാണ് ഹസ്സൻ. അതായത് റൈറ്റർ ആരാണ്? എ.ജെ. ക്രോണിൻ അല്ലേ. എ ക്യാരക്ടർ വിത്ത് ഇമിറ്റേറ്റ്, നമുക്ക് റോൾ മോഡലാക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ. ഇവിടെ എ.ജെ. ക്രോണിൻ ലേൺഡ് എ ലെസൺ ഫ്രം ഹസ്സൻ. ഹസ്സനിൽ നിന്നും ഒരുപാട് കാര്യങ്ങളാണ് എ.ജെ. ക്രോണിൻ പഠിച്ചതും. ആൻഡ് ഹീ ഫെൽറ്റ് അഷെയിംഡ് ഓഫ് ഹിസ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊങ്ങച്ചത്തോടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സർവീസിനോടും പുച്ഛം തോന്നിയത് ഹസ്സൻ്റെ ഈ ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹത്തിന്. ഇവിടെ ഇന്ന് ജനങ്ങൾ പൈസയ്ക്ക് വേണ്ടി ഓടി നടക്കുകയാണ് ചെയ്യുന്നത്, പക്ഷേ ഹസ്സനാണെങ്കിലോ ഇസ് എ റോൾ മോഡൽ ഡിസ്പൈസ്ഡ് അല്ലെങ്കിൽ കണ്ടത് കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റഡ് ടുമോറോ. അപ്പോൾ ഹസ്സൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഏകദേശം മനസ്സിലായി കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഹസ്സനെക്കുറിച്ചൊരു ചെറിയ ഇൻട്രൊഡക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഹസ്സൻ ബ്രേവ് ആണ്, ഡ്യൂട്ടി ബൗണ്ട് ആണ്, കൺസേൺഡ് അബൌട്ട് ഫെല്ലോ ബീയിങ്സ്, നോട്ട് ഗ്രീഡി ആൻഡ് മെറ്റീരിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആർഭാട വസ്തുക്കൾ ഇടാം. ആൻഡ് സിൻസിയർ ആണ്, ആത്മാർത്ഥതയുള്ളതാണ്, സോഫ്റ്റ് മൈൻഡഡ് ആൻഡ് കമ്പാഷനേറ്റ് ആണ്, മറ്റുള്ളവരോട് ദയ കാണിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഹസ്സനുള്ളത്. ഇനി ഹസ്സൻ എ റിയൽ ഹ്യൂമൻ ബീയിങ്. 6 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ പാരഗ്രാഫ് ആക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ എ.ജെ. ക്രോണിനാണ്. അപ്പോൾ എ.ജെ. ക്രോണിൻ ഈസ് ദ നറേറ്റർ ഓഫ് ദ സ്റ്റോറി. അറിയാലോ, എ.ജെ. ക്രോണിൻ നമ്മുടെ സ്റ്റോറിയിലെ നറേറ്ററാണ്. ഹീ ഡിഡ് ഹിസ് ഡ്യൂട്ടി സിൻസിയർലി ആൻഡ് എഫിഷ്യൻസി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി എഫിഷ്യൻ്റായിട്ടും സിൻസിയറായിട്ട് ചെയ്യുന്നുണ്ട്. ഹി വാസ് യങ് ആൻഡ് ഇൻഎക്സ്പീരിയൻസ്ഡ് ഇൻ ഹിസ് പ്രൊഫഷൻ. വളരെ യുവാവാണ്, കൂടാതെ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട്. ഹി കുഡ് നോട്ട് കൺട്രോൾസ് ഹിസ് ഇമോഷൻ വെൻ സ്മോൾ പോക്സ് വാസ് സ്പ്രെഡ് ഇൻ ദ ഷിപ്പ്. ആ ഷിപ്പിൽ സ്മോൾ പോക്സ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല. ഹി ട്രീറ്റഡ് ദ പേഷ്യൻ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹസ്സൻ. ഹസ്സൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? രോഗികളെ ട്രീറ്റ് ചെയ്തു. ഹി ഡിസ്കസ്ഡ് എവരിതിങ് വിത്ത് ക്യാപ്റ്റൻ ഹാമ്പിൾ. ക്യാപ്റ്റൻ ഹാമ്പിളുമായിട്ട് അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഹി വാസ് സർപ്രൈസ്ഡ് അറ്റ് ദ നോബിൾ ക്വാളിറ്റീസ് ഓഫ് ഹസ്സൻ. കൂടാതെ അദ്ദേഹം ഒരു ഈഗോ പൊസിഷനിൽ, അങ്ങനെ ആ ഒരു ഈഗോ ക്യാരക്ടറുമായിട്ട് അദ്ദേഹം യാതൊരു യോജിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം ഹസ്സൻ എല്ലാ നിലക്കും സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഹി കുഡ് മാനേജ് ദി ഡിസാസ്റ്റർ വിത്ത് ദി അവൈലബിൾ റിസോഴ്സസ് ആൻഡ് ഹി ഡിഡ് നോട്ട് എൻ്റർടൈൻ മിസ് ജോബ് സ്മിത്ത് ഹൂ ലോവ്സ് അറ്റ് ഹസ്സൻ. വേറൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഹസ്സനെ കളിയാക്കിയ മിസ് ജോബ് സ്മിത്തിനൊത്ത് അദ്ദേഹം കൂടിയില്ല. കാരണം ഹസ്സൻ്റെ ക്വാളിറ്റീസ് അദ്ദേഹം റെക്കഗ്നൈസ് ചെയ്തു, അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ മനുഷ്യരെ തിരിച്ചറിയാനുള്ള ഒരു പ്രത്യേക ക്വാളിറ്റി ആർക്കുണ്ട്? എ.ജെ. ക്രോണിനുണ്ട്. ഹി വാസ് എ ഗുഡ് ഒബ്സർവർ ആൻഡ് എ സ്മാർട്ട് വാല്യൂസ്. അതാണ് തന്നെ അദ്ദേഹം മാൻ ഓഫ് വാല്യൂസ് ആണ്, നല്ല വാല്യൂ ഉള്ളൊരു മനുഷ്യനാണ്. അതുപോലെ തന്നെ ഗുഡ് ഒബ്സർവറും കൂടിയാണ്. മനുഷ്യന്മാരെ തിരിച്ചറിയാനും അവരെ വീക്ഷിക്കാനുമുള്ളൊരു പ്രത്യേക കഴിവ് എ.ജെ. ക്രോണിൻ്റെ. അപ്പോൾ എ.ജെ. ക്രോണിൻ്റെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എക്സാമിന് ചോദിക്കാം. ഓക്കെ, ഇനി അടുത്ത ക്യാരക്ടർ ആരാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഇവിടെ വേറൊരു ഷോർട്ട് ആൻസർ നമുക്ക് എൻ്റെ ഇടയ്ക്ക് മറന്നുപോയി. ഇവിടെ ലുക്ക് മൈ ഡിയർ ആൻ അബ്സല്യൂട്ട്ലി കോമിക് ക്രീച്ചർ. ഹു ഈസ് ദ കോമിക് ക്രീച്ചർ മെൻഷൻ ഹിയർ? നേരത്തോളം ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അതുപോലെ തന്നെ ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ്, ഇതാണ് ഡിസ്കസ് ചെയ്യാൻ മറന്നുപോയത്. ദ ഹൺഡ്രസ് ഫ്രം ഷട്ടിൽനാം സ്വങ് റൗണ്ട്, ബെൻഡ് ഹെർ വിറ്റ്, ഹെർ ഫാസിനേഷൻ അപ്പോൺ മീ. വേർ ഡിഡ് യു കീപ് ഹിം ഡ്യൂറിങ് ദ എൻറ്റയർ വോയേജ്? ഡോക്ടർ ഡിയർ ഇൻ എ സ്പെഷ്യൽ കേജ്. അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറിയിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. ഹു ഈസ് റെഫേർഡ് ടു എ ഹൺഡ്രസ് ഹിയർ? ഇവിടെ ഹൺഡ്രസ് എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ ദ ഹൺഡ്രസ് ഫ്രം ഷട്ടിൽനാം എന്ന് പറയുന്നത് ഇതാരാണ്? ഈ ഹൺഡ്രസ് എന്ന വേട്ടയാട്. ഹണ്ടർ എന്ന് പറഞ്ഞാൽ ഹണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? വേട്ടയാടുക അല്ലേ. ഹണ്ടർ എന്ന് പറഞ്ഞാൽ വേട്ടയാടുന്നവൻ. ഈ ഹണ്ടർ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗ രൂപമാണ് ഹൺഡ്രസ്, അല്ലെങ്കിൽ ഓപ്പോസിറ്റാണ് ഹൺഡ്രസ് എന്ന് പറഞ്ഞത്. ഫീമെയിൽ ഹണ്ട്, മനസ്സിലാണ്ടോ? ആരാണോ വേട്ടയാടുന്നത് ആ സ്ത്രീയെയാണ് എന്തിന് ഹൺഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫീമെയിൽ ആയിട്ടുള്ള ഹണ്ട് ആരാ? എ ഫീമെയിൽ ഹു ഈസ് ഹണ്ട്. അതാണ് ആരാണ്? മിസ് ജോബ് സ്മിത്താണ് ഇവിടെ ഹൺഡ്രസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹു ഡസ് സ്പീക്ക് അബൌട്ട് ഇൻ ദ പാസേജ്? ആരാണ് ഷീ സ്പീക്ക് അബൌട്ട് ഇൻ ദിസ് പാസേജ്? ആരെക്കുറിച്ചാണ് മിസ് ജോബ് സംസാരിക്കുന്നത്? ഹസ്സനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അല്ലേ. വാട്ട് യു ലേൺ അബൌട്ട് ദി ലേഡീസ് ക്യാരക്ടർ? അപ്പോൾ നമ്മൾ ഈ ലേഡിയുടെ ക്യാരക്ടർ നോക്കണം. എങ്ങനത്തെ ക്യാരക്ടറാണ് മിസ് ജോബ് സ്മിത്തിന് എന്നുള്ളത്, അതും കൂടെ നോക്കാം. ഓക്കെ,
മിസ് ജോബ് സ്മിത്ത് വാസ് എ പാസഞ്ചർ ഓൺ ദ റാണഗഞ്ചി. അപ്പോൾ റാണഗഞ്ചിയിലെ പാസഞ്ചറാണ് മിസ് ജോബ് സ്മിത്ത്. ഷി വാസ് എ ത്രസ്റ്റിംഗ് പേഴ്സൺ, ഒരു പിടിവാശിക്കാരിയാണ്. ഷി വാസ് ഓവർ 30 ബട്ട് ഡ്രസ്ഡ് ഹെർസെൽഫ് സ്മാർട്ട്ലി ആൻഡ് ഇൻ എ ഡാഷിംഗ് സ്റ്റൈൽ ടു ലുക്ക് യങ്ങർ. 30 വയസ്സിന് മേലെ പ്രായമുണ്ട്, പക്ഷേ അവളുടെ ഡ്രസ്സിങ് സ്റ്റൈലൊക്കെ കൂടി നോക്കുമ്പം അവൾ യങ്ങറായിട്ടാണ് തോന്നിക്കുക. ഷി വാസ് എ ഫസ്റ്റ് ക്ലാസ് പാസഞ്ചർ ഓൺ ദ റാണഗഞ്ചി. മനസ്സിലായില്ല ആരാണെന്നുള്ളത്? ഷി വാസ് ഓൾവേസ് സീൻ വിത്ത് ഹെർ മെയിൽ കമ്പാനിയൻ റോണി. എപ്പോഴും അവളെ കാണുന്ന ആരുടെ കൂടിയാണ്? അവളുടെ ഫ്രണ്ടായ റോണിക്കൊപ്പമാണ് കാണുന്നത്. ഷി വാസ് സ്നോബ് ആൻഡ് എ ബിഗ് ബോർ. പിന്നെ അവളുടെ പൊങ്ങച്ചക്കാരിയാണ്, ഭയങ്കര ബോറിംഗ് ക്യാരക്ടറാണ്. ഹെർ കമൻറ്റ് അബൌട്ട് ദ സെറാങ് വാസ് എൻ അബ്സർഡ്ലി കോമിക് ക്രീച്ചർ വെൻ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി she asked the narrator whether she had kept the sarang in a cage. The narrator gave her a befitting reply. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ ഡിസ്കസ് ചെയ്താണ് പറയുന്നത്. അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറിയിലും ബിഗിനിങ് ഓഫ് ദ സ്റ്റോറിയിലും ഷീ കമാൻഡഡ്, അതായത് ഷീ റിഡിക്യൂൾഡ് ഹസ്സനെ പരിഹസിച്ചു കൊണ്ടാണ് നമ്മുടെ സ്റ്റോറി ആരംഭിച്ചിരിക്കുന്നതും അവസാനിച്ചിരിക്കുന്നതും. പക്ഷേ അതിൻ്റെ അവസാനത്തിൽ എജെ ക്രോണി നല്ല തക്കതായിട്ടുള്ള മറുപടി അവൾക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ. He said that he had kept the sarang in a cage but all the animals were outside. എന്താ മറുപടി ഉണ്ടായിരുന്നു? എല്ലാ മൃഗങ്ങളും പുറത്തായിരുന്നു, ബട്ട് ദ സ്പെഷ്യൽ മാൻ ഹസൻ ഈസ് ഇൻസൈഡ് അല്ലേ. ഹി മെന്റ് ദാറ്റ് ഷി വാസ് ആനിമൽ. അയാൾ ഉദ്ദേശിച്ചെന്താണ്? അവളായിരുന്നു മൃഗം. കാരണം വിത്ത് ഹെർ റൂഡ് മാർക്ക് എബൌട്ട് പീപ്പിൾ ആൻഡ് ഹെർ ഷോയിങ് ഓഫ് നേച്ചർ. കാരണം മറ്റുള്ളവരെ പരിഹസിക്കുന്ന ആ ഒരു ക്യാരക്ടറും അവളുടെ റൂഡ് റിമാർക്ക്, അപമര്യാദമായിട്ടുള്ള അവരുടെ ആ പെരുമാറ്റവും, പിന്നെ അതുപോലെ തന്നെ ഷോയിങ് ഓഫ് നേച്ചറിനെ ഷോ ഓഫ്, അതായത് പൊങ്ങച്ചം കാണിക്കുന്ന ആ പ്രകൃതവും, അതൊക്കെ കണ്ടുകൊണ്ടാണ് അവളെ എന്താക്കി മാറ്റിയത്? എജെ ക്രോൺ ഒരു അനിമൽ ആക്കി മാറ്റിയത്. ഓക്കെ, ഇതാണ് മിസ് ജോബ് സ്മിത്തിൻ്റെ ക്യാരക്ടർ. ഇനി അതിലൊരു ക്യാരക്ടറും കൂടി നമുക്ക് അറിയാനുണ്ട്. ആരാണ്? ക്യാപ്റ്റൻ ഹാമ്പിൾ. ക്യാപ്റ്റൻ ഹാമ്പിൾ വാസ് എ തിക് സെറ്റ് മാൻ ഓഫ് 55. 55 വയസ്സുള്ള ഒരു സ്ട്രിക്റ്റ് പേഴ്സൺ ആണ് ആര്? ക്യാപ്റ്റൻ ഹാമ്പിൾ. He was known as a strict disciplinarian. When the doctor told him that 2 of the deckhand had a smallpox, Captain Hamble lip drew tightly together, showing his tension. കാരണം അവിടെ അസുഖം വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് ടെൻഷനായി. ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ്. ഹി വാസ് ഓൾസോ ജസ്റ്റ്, എന്ന നീതിമാനാണ്, ആൻഡ് ഫെയർ മൈൻഡഡ് ഓഫീസറാണ്, നല്ല മനസ്സുള്ള ഒരു ഓഫീസറും കൂടിയാണ് ക്യാപ്റ്റൻ ഹാമ്പിൾ. പിന്നെ അതുപോലെ തന്നെ ക്യാപ്റ്റൻ ഹാമ്പിൾസ് he was also just and fair-minded officer. When he heard about the breakout of smallpox on the ship, he asked the doctor to do his best to keep disease from the spreading. അസുഖത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ അത് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്താനാണ് ഡോക്ടറോട് അദ്ദേഹം പറഞ്ഞത്. He also wanted others not to know of the disease as the passengers would then get panically. മറ്റുള്ളവരെ അറിയാതെ സൂക്ഷിക്കണമെന്നും പറയുന്നു. കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പാനിക്കാവും, അതായത് ആകെ പരിഭ്രാന്തി ഉണ്ടാക്കും. അതുപോലെ തന്നെ സഹായത്തിനായിട്ട് ഹി ഗേവ് ദ ഫൈനസ്റ്റ് മാൻ ഇൻ ഹിസ് സ്റ്റാഫ്. അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽ നിന്നും ഏറ്റവും നല്ല മനുഷ്യനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? കൊടുത്തു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ് പറയുന്നത്. ഇതാണ് ക്യാപ്റ്റൻ ഹാമ്പിൾ. ഇനി സം ഓഫ് ദ ക്വസ്റ്റ്യൻസ് were asked in the previous question paper. Now look at the important questions from the Sarang of Ranaganji. അപ്പോൾ ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അതിൽ മിക്കതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ ഫസ്റ്റ് വൺ ക്യാരക്ടർ സ്കെച്ചസ് ആണ്. ആരുടെയൊക്കെ ക്യാരക്ടർ സ്കെച്ചസ് ആണ് ഇമ്പോർട്ടൻറ്റ്? ഹസൻ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ദ പ്രൊട്ടഗണിസ്റ്റ് ഓഫ് അവർ സ്റ്റോറി നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ എജെ ക്രോൺ ദ നറേറ്റർ ഓഫ് ദ സ്റ്റോറി, അത് 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. പിന്നെ മിസ് ജോബ് സ്മിത്ത് സബ് ക്യാരക്ടറാണ്. സബ് ക്യാരക്ടർ അതിനകത്ത് നമുക്ക് ഫസ്റ്റും ലാസ്റ്റും കാണാൻ പറ്റുന്ന വിസിബിളായിട്ടുള്ള ക്യാരക്ടർ. പിന്നെ ക്യാപ്റ്റൻ ഹാമ്പിളാണ്. ക്യാപ്റ്റൻ ഹാമ്പിളിനെ കുറിച്ചും എന്തായാലും എക്സാമിന് ചോദിക്കാം, ഒരു 2 മാർക്കിനോ 3 മാർക്കിനൊക്കെ ആയിട്ട്. ക്യാപ്റ്റൻ ഹാമ്പിൾ എന്നുള്ള പേര് മറക്കരുത്. അത് ഏതിലത്തെയാണ്? സെറാങ് ഓഫ് റാണഗഞ്ചിയിലാണ്. വേറെ നമുക്ക് 2 ക്യാപ്റ്റന്മാരും കൂടി പഠിക്കാനുണ്ടായിരുന്നു. അത് ഫോക്കസ് ഏരിയയിൽ ഇല്ലാത്ത ചാപ്റ്റേഴ്സാണ്, എങ്കിൽ കൂടി ഇത് ഓർത്ത് വയ്ക്കുക. ഇനി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് എന്തായാലും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? നമ്മുടെ പാരഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൽ ആരാണ് കഥാപാത്രം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് ചോദിക്കും. പിന്നെ റിവ്യൂ ആണ്. റിവ്യൂ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഷോർട്ട് സ്റ്റോറിയെക്കുറിച്ച് നമ്മൾ അറിയണം. ഈ സ്റ്റോറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈസ് അനെക്ഡോട്ടാണ്. ആരാണ് റൈറ്റർ? എജെ ക്രോൺ, ആർക്കിബാൾഡ് ജോസഫ് ക്രോണിനാണ്. അനെക്ഡോട്ടാണെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. പിന്നെ ലെറ്റർ റൈറ്റിംഗ് ആണ്. 2 ടൈപ്സ് ഓഫ് ലെറ്റേഴ്സ് ചോദിക്കാം. ഒന്ന് ഹസ്സന് നമ്മൾ നേരിട്ട് അയക്കുന്നൊരു ലെറ്റർ ആവാം, അതല്ലെങ്കിൽ എജെ ക്രോണിന് അവിടെ അതോറിറ്റീസിന് റാണഗഞ്ചി ഷിപ്പ് ലിമിറ്റഡിന് അയക്കുന്ന ഒരു ലെറ്റർ ചോദിക്കാം. ആർക്ക്? എന്തിനു വേണ്ടിയിട്ട്?
ഹസന് റിവാർഡൊക്കെ റിക്വസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഒഫീഷ്യൽ ലെറ്റർ. അപ്പോൾ രണ്ടിൻ്റെയും ഫോർമാറ്റ് നന്നായിട്ട് നോക്കുക കേട്ടോ. പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാവാം. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഈ കണ്ടാജിയസ് ഡിസീസ് ഉണ്ടായതിന് ശേഷം വയ്ക്കുന്ന ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഇൻ്റർവ്യൂ വിത്ത് ഹസൻ ആൻഡ് എജെ ക്രോൺ അബൌട്ട് ദി എക്സ്പീരിയൻസസ്. മനസ്സിലായോ? എജെ ക്രോണിനോടും ഹസനോടും എക്സ്പീരിയൻസിനെ കുറിച്ച് ഒരു 5 ക്വസ്റ്റ്യൻ ചോദിക്കുക. ഒന്നുകിൽ 6 ക്വസ്റ്റ്യൻ മാത്രം ഉണ്ടാക്കാൻ പറയും, അതല്ലെങ്കിൽ 3 ക്വസ്റ്റ്യനും അതിൻ്റെ റെസ്പോൺസും ഉണ്ടാക്കാൻ പറയും. അങ്ങനെയും ചോദിക്കാം. പിന്നെ സ്പീച്ചാണ്. സ്പീച്ച് എന്ന് പറഞ്ഞാൽ എജെ ക്രോണി നടത്തുന്ന സ്പീച്ചാവാം, ഹസൻ നടത്തുന്ന സ്പീച്ചാവാം. അപ്പോൾ അതൊക്കെ ചോദിക്കാം. പിന്നെ നെക്സ്റ്റ് ഗ്രാമർ പാർട്ടിൽ വരുന്നത് റിപ്പോർട്ടർ സ്പീച്ച്, അതുപോലെ തന്നെ പാസീവൈസേഷൻ ആൻഡ് ആക്റ്റീവ് വോയിസ്. അതും ഇതിനകത്ത് പഠിക്കാനുള്ളതാണ്. ഈ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ഒരു ചെറിയ ഫോം എന്താണെന്ന് നോക്കാം. ഓക്കെ, എങ്ങനെയാ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഹസൻ ഇൻ ദ സെറാങ് ഓഫ് റാണഗഞ്ചി പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ കൺട്രോളിങ് ഔട്ട് ബ്രേക്ക് ഓഫ് സ്മോൾ പോക്സ്. ആസ് ദ റിപ്പോർട്ടർ ഓഫ് എ ലീഡിംഗ് ന്യൂസ് പേപ്പർ പ്രിപ്പയർ ദ ലൈക്ക്ലി ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അപ്പോൾ ഹസനെക്കുറിച്ച് ആ ഒരു ക്രൈസിസ് ആയിട്ടുള്ള സമയത്ത് ഹസൻ ചെയ്ത ആക്ടിവിറ്റിയെക്കുറിച്ചുള്ള ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് എഴുതാൻ ചോദിക്കുന്നത്. അങ്ങനെ എഴുതുന്നത് നമുക്ക് നോക്കാം. ആദ്യം ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ തിങ്സ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് വെൻ പ്രിപ്പയറിങ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം എന്തൊക്കെയാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആ ഒരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മര്യാദക്ക് ക്വസ്റ്റ്യൻ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് സംഭവം പറഞ്ഞിരിക്കുന്നത് തന്നെ എന്തൊക്കെയാണ്? കണ്ടെയ്ൻ ദ മെയിൻ ഇൻസിഡൻറ്റിനെ കുറിച്ച് നമുക്ക് അറിയണം. എന്തൊക്കെയാണ് മെയിൻ ഇൻസിഡൻറ്റ്? ഹെഡ്ലൈൻ ഈസ് മാൻഡേറ്ററി. ഹെഡ്ലൈൻ നിർബന്ധമാണ്. ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ ദ മെയിൻ ഇൻസിഡൻറ്റ്. മെയിൻ സംഭവത്തെക്കുറിച്ചുള്ള ഒരു ഹെഡിങ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ മെയിൻ ഹെഡിങ് എന്താണെന്നറിയാം. ആൻ ഔട്ട് ബ്രേക്ക് ഓഫ് സ്മോൾ പോക്സ് അല്ലേ, ഇൻ ദ മിഡിൽ ഓഫ് ദ സീ. അറബിക്കടലിൻ്റെ മധ്യത്തിൽ വെച്ച് പൊട്ടിപ്പുറപ്പെട്ട സ്മോൾ പോക്സിനെ കുറിച്ചാണെന്ന് പറയാം. എക്സാമ്പിൾ, ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 2 died in a car accident. ഓർ ഉമ്മൻചാണ്ടി ഇനോഗ്രേറ്റഡ് ദി സ്റ്റേറ്റ് സ്കൂൾ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ കലോത്സവം. അങ്ങനെയാവാം. അപ്പോൾ 2 ഹെഡിങ്ങാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിലേതെങ്കിലും ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവത്തെക്കുറിച്ചുള്ളൊരു ഹെഡിങ്ങാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഫസ്റ്റ് പാരഗ്രാഫാണ്. ഫസ്റ്റ് പാരഗ്രാഫ് എന്തിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ ആയിരിക്കണം? ഫസ്റ്റ് പാര ഡിസ്ക്രൈബ് വാട്ട് ഹാപ്പൻ വെൻ ടൈം ആൻഡ് ഡേറ്റ് വേർ പ്ലേസ് ഹൂ ഹൗ ആൻഡ് ഹൂ വേർ ഇൻവോൾവ്ഡ് ഇൻ ദ ഇൻസിഡൻറ്റ് വൈ ഇറ്റ് ഹാപ്പൻഡ്. എന്തുകൊണ്ടാണത് സംഭവിച്ചത്. ഇപ്പോൾ ടൈറ്റാനിക് ഷിപ്പിനെ കുറിച്ച് നമുക്കൊരു ഇൻസിഡൻറ്റ് ചോദിക്കാം. അതൊന്നും വേണ്ട, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് തന്നെ കടന്നു പോകാം. ഇതിനെക്കുറിച്ചുള്ളതാണ് നമ്മുടെ റാണഗഞ്ചി ഷിപ്പിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക്. അപ്പോൾ അതിലെ ഫസ്റ്റ് നമുക്ക് പറയാം ഔട്ട് ബ്രേക്ക് ഓഫ് സ്മോൾ പോക്സ് അല്ലേ. 2 men died അങ്ങനെ കൊടുക്കാം. 2 പേര് മരിച്ചു എന്നുള്ളത് പോകാം. ഔട്ട് ബ്രേക്ക് ഓഫ് സ്മോൾ പോക്സ് ഇൻ ദ മിഡിൽ ഓഫ് ദ സീ 2 men died. അതാണ് ഹെഡിങ് കൊടുക്കുന്നത്. പിന്നെ ഫസ്റ്റ് പാരഗ്രാഫിൽ കൊടുക്കുന്നത് 2 people died. ഇവിടെ എന്താണ് ഫസ്റ്റ് പാരഗ്രാഫിൽ വേണ്ട ഡിസ്ക്രൈബ് വാട്ട് ഹാപ്പൻഡ്. അപ്പോൾ ദ സ്മോൾ പോക്സ് വെർ ഔട്ട് ബ്രേക്ക് ഇൻ ദ മിഡിൽ ഓഫ് ദ സീ അറേബ്യൻ സീ 2 men were died. ഇനി എപ്പോഴാണ് സംഭവം? കറക്റ്റായിട്ടുള്ള സമയം അവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്ര പാസഞ്ചേഴ്സാണ് അതിനുണ്ടായിരുന്നത്? അബൌട്ട് 1500 പാസഞ്ചേഴ്സാണ് അതിനുണ്ടായിട്ടുള്ളത്. എവിടെ വെച്ചാണ്? വേർ ഇൻ ദ മിഡിൽ ഓഫ് ദി അറേബ്യൻ സീ അല്ലേ. പിന്നെ ഹൗ എങ്ങനെയാണ് സംഭവിച്ചതെന്നറിയാലോ. പിന്നെ അതുപോലെ ഹൂ ആർ ഇൻവോൾവ്ഡ്, ഇതിൽ ആരൊക്കെയാണ് ഇൻവോൾവ്ഡ് ആയത്? ഹസൻ, the main character in the hero of the ship അല്ലെങ്കിൽ the sarang of റാണഗഞ്ചി and the doctor were involved in that incident. കൂടാതെ പിന്നെ സംഭവിച്ച കാര്യങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് എഴുതണം അല്ലേ. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ആലപ്പുഴ 17 October 2 അങ്ങനെ തന്നെ എഴുതി കൊടുക്കുക. ആദ്യം പ്ലേസ്, അതുപോലെ തന്നെ ഇവിടെ ഡേറ്റ് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ നമുക്കവിടെ ലിവർപൂളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ലിവർപൂൾ അല്ലെങ്കിൽ കൽക്കട്ട എന്ന് കൊടുക്കുക, എന്നിട്ട് ഡേറ്റ് കൊടുക്കാം. മനസ്സിലായോ? 2 people died. അപ്പോൾ 2 people died അതിലും ഡൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയത് ഔട്ട് ബ്രേക്ക് ഓഫ് സ്മോൾ പോക്സ് ആണ്. പിന്നെ 2 people died and 3 others were injured in a car bus collision at the NH47 near ചേർത്തല at 2 AM yesterday. കറക്റ്റ് സമയം കൊടുത്തു, എന്താണ് സംഭവിച്ചതെന്ന് അവിടെ കൊടുത്തു. രാമു 28 and Joseph 36 who were in the Maruti Swift car died at once and the KSRTC bus hit them. KSRTC ബസ് ഇടിച്ച ഉടനെ തന്നെ ആ കാറിലുണ്ടായിരുന്ന 2 പേരും മരണപ്പെട്ടു. The bus was heading at എവിടേക്കാണ് പോയിരുന്നത്? കൊല്ലത്തേക്കാണ് പോയിരുന്നത്. and the car was going to Kochi. The passengers in the bus Rama 32 and Rahim 64 and John 46 were seriously injured and are admitted to the Taluk hospital.
ചേർത്തല. അപ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പെട്ട ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, വിവരങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ന്യൂസ് പേപ്പർ തയ്യാറാക്കുമ്പോൾ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ നമുക്ക് വേണ്ട സംഭവങ്ങൾ എന്താണ്? വാട്ട് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചത്, ആൻഡ് ഹൂ, ആരാണ് ഇൻവോൾവ്ഡ് ആയത്, വൈ ഇറ്റ് വാസ് ഹാപ്പൻഡ്, എന്തുകൊണ്ടാണത് സംഭവിച്ചത്, വേർ ആൻഡ് വെൻ, എവിടെ വെച്ച് എപ്പോഴാണത് സംഭവിച്ചത്, ആൻഡ് ഹൗ, എങ്ങനെയാണ് സംഭവിച്ചത്. ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടെങ്കിൽ തന്നെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കംപ്ലീറ്റ് ആവുകയുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഹെഡിങ് കഴിഞ്ഞത് ഉടനെ തന്നെ നമുക്ക് എഴുതേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ബൈ ലൈനാണ്. ബൈ ലൈൻ എന്ന് പറഞ്ഞാൽ താഴെ അത് റിപ്പോർട്ട് ചെയ്തിരുന്ന ആളെ പേര് കൊടുക്കണം. സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന് കൊടുത്താൽ മതി, നിർബന്ധമാണ്. അപ്പോൾ ഹെഡിങ്ങിന് താഴെ നമ്മൾ എന്ത് കൊടുക്കണം? സ്റ്റാഫ് റിപ്പോർട്ടർ എന്ന ഹെഡിങ് കൊടുക്കണം. എന്നിട്ടാണ് പ്ലേസും ഡേറ്റും വെച്ചിട്ട് ഇതുപോലെ എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തെങ്കിലും ആളുടെ കോട്ടിംഗ് ലൈൻസ്, ദൃക്സാക്ഷികൾ, അതായത് വിറ്റ്നസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ദൃക്സാക്ഷികളുടെ എന്തെങ്കിലും സംഭവങ്ങളുണ്ടെങ്കിൽ അത് നമുക്കതിൽ കോട്ട് ചെയ്യാം. ഇനി അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ, യു ഹാവ് ഡിസൈഡഡ് ടു ഇൻ്റർവ്യൂ വിത്ത് ഹസനുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. വാട്ട് വുഡ് യു ആസ്ക് ഹിം, വാട്ട് വുഡ് ബി ഹിസ് റെസ്പോൺസസ്. ഡ്രാഫ്റ്റ് 3 ക്വസ്റ്റ്യൻസ് ആൻഡ് റെസ്പോൺസസ്, 2 ക്വസ്റ്റ്യനും 3 ക്വസ്റ്റ്യനും അതുപോലെ തന്നെ റെസ്പോൺസും തയ്യാറാക്കാനാണ്. അപ്പോൾ 6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. ഇപ്പോൾ ഹസനോട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം കൺഗ്രാജുലേഷൻസ് സാർ, കാരണം ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞതാണ്. എന്നിട്ട് യു വർക്ക്ഡ് ഹാർഡ് ടു കൺട്രോൾ ദ ഔട്ട് ബ്രേക്ക് ഓഫ് സ്മോൾ പോക്സ് ഇൻ ദ ഷിപ്പ്. ഹൗ ഡിഡ് യു ഗെറ്റ് സച്ച് എ ഹ്യൂമൻ മൈൻഡ് സെറ്റ്, എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു മനസ്സുണ്ടായതെന്ന് ചോദിക്കുക. അപ്പോൾ അതിന് ആൻസർ ഹസൻ പറയുന്നതാണ്, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. മൈ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് മോൾഡഡ് മൈ പേഴ്സണാലിറ്റി, ഹെൽപ്പിംഗ് അതേഴ്സ് ഈസ് മൈ ഡ്യൂട്ടി. മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ഡ്യൂട്ടി, നത്തിങ് എൽസ്, വേറെ ഒന്നുമില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹാവ് യു എവർ തോട്ട് ഓഫ് റിവാർഡ്സ് ഓർ അതർ ടൈപ്സ് ഓഫ് പോപ്പുലാരിറ്റി, എന്തെങ്കിലും പ്രശസ്തിയോ അല്ലെങ്കിൽ റിവാർഡോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. നത്തിങ് ഓഫ് ദി സോർട്ട്, ഒന്നും ആഗ്രഹിക്കുന്നില്ല അല്ലേ. ഐ നെവർ തോട്ട് ഓഫ് ഇറ്റ് ഈവൻ മൈ ഡ്രീം, എൻ്റെ സ്വപ്നത്തെ പോലും ഞാനത് ചിന്തിച്ചിട്ടില്ല എന്ന് പറയാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, യു ആർ എ മാൻ വിത്ത് വാസ്റ്റ് എക്സ്പീരിയൻസസ്, ഡു യു ഹാവ് എനി മെസ്സേജ് ടു ദ ന്യൂ ജനറേഷൻ ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ എക്സ്പീരിയൻസ്. ഒരു ജനറൽ ക്വസ്റ്റ്യനാണ്, എല്ലാവർക്കും മെസ്സേജ് പാസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു കമ്മിങ് ജനറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷന് എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ പറയാം, വി ഷുഡ് നെവർ ഗോ ബിഹൈൻഡ് ഫെയിം ആൻഡ് മണി. നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? പ്രശസ്തിയുടെയും പണത്തിൻ്റെയും പിന്നാലെ പോകരുത്. ബി സിൻസിയർ ടു ദ കോർ. അതാണ്, ജനങ്ങളോട് നമ്മളെപ്പോഴും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കണം. കൂടാതെ ബി സിൻസിയർ അവർ സെൽഫ്സ്, നമ്മോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുക. ആൻഡ് വി ഡു യുവർ ഡ്യൂട്ടി സിൻസിയർലി ആൻഡ് ഡെഡിക്കേറ്റഡ്ലി. കാരണം ആത്മാർത്ഥതയോട് കൂടിയും സെൽഫ് അർപ്പണബോധത്തോടു കൂടിയും നമ്മുടെ ഡ്യൂട്ടി നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ വി ഗെറ്റ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം അവർ ജോബ്. നമ്മുടെ ജോബിൽ നിന്ന് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ദാറ്റ് ഈസ് ദ ഗ്രേറ്റ് ബെനിഫിറ്റ്. അതാണ് ഏറ്റവും വലിയ നേട്ടം എന്നാണ് പറഞ്ഞത്. നോട്ട് അതർ ദാൻ മണി ആൻഡ് ഗ്രീഡി. സമ്പത്തിനെക്കാട്ടിയും അത്യാഗ്രഹത്തിനെക്കാട്ടിയും ഏറ്റവും നല്ലത് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനാണ് അല്ലേ. സമാധാനവും സംതൃപ്തിയും ഇല്ലാത്ത ലൈഫ് എന്ന് പറഞ്ഞത് ബിഗ് സീറോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഹസനെ നമ്മൾ റോൾ മോഡലാക്കാൻ വേണ്ടി പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു സെൽഫ്ലെസ് മാനാണ്. സെൽഫ്ലെസ് ആയവർക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ? സാറ്റിസ്ഫാക്ഷനും ഹാപ്പിനെസ്സും കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാ ഭാഗങ്ങളും, അതായത് ബിഗ് ഫോക്കസ് ഏരിയ ലെസൺസ് കംപ്ലീറ്റഡ് ആയിരിക്കുകയാണ്. ഇനി പോയമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് ഇറ്റ് വിൽ ബി ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.